ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മസിയാമീസ് വ്ലോഗ്. ഇന്ന് നമുക്ക് സിമ്പിളായിട്ടൊരു ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാം. ടൊമാറ്റോ റൈസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് ഹീറ്റ് ചെയ്യാം. നന്നായി ഹീറ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഓയിൽ ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ കടലപ്പരിപ്പും 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും 2 നുള്ള് നല്ല ജീരകവും ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 2-3 മിനിറ്റ് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1 ഉണക്കമുളക് ഒന്ന് കീറിയിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു പകുതി സവാള ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുത്തത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായി മൂപ്പിച്ചെടുത്ത ശേഷം ഇതിലേക്ക് കുറച്ച് കറി ലീവ്സും ഒരു വലിയ തക്കാളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും ആഡ് ചെയ്ത് കൊടുക്കാം. ചെറിയ തക്കാളിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 2 തക്കാളി വരെ ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി 1-2 മിനിറ്റ് നന്നായി സോട്ട് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂണിൻ്റെ പകുതി മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 2 നുള്ള് കായപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി പൊടികൾ നന്നായിട്ട് ഇളക്കി മൂപ്പിച്ചെടുക്കണം. ഈ മസാലക്ക് വേണ്ട ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി നന്നായി കുക്കായി കിട്ടുന്നത് വരെ ഇതുപോലെ ഇളക്കി കൊടുക്കാം. ഇനി തക്കാളി ഒന്ന് ഉടഞ്ഞു കിട്ടുന്നതിന് വേണ്ടി 3 ടേബിൾ സ്പൂൺ വരെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി നന്നായി ഉടഞ്ഞു കിട്ടുന്നത് വരെ ഇത് സോട്ട് ചെയ്തെടുക്കാം. ഇതിനു വേണ്ട റൈസ് 1/2 കപ്പ് ബസുമതി റൈസ് നേരത്തെ തന്നെ വെള്ളത്തിൽ ഉപ്പിട്ട് കുക്ക് ചെയ്തെടുക്കണം. കുക്ക് ചെയ്തെടുത്ത ബസുമതി റൈസ് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നോർമലി നമ്മൾ പ്ലെയിൻ റൈസ് ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ കുക്ക് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വരെ ബട്ടറോ നെയ്യോ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി തക്കാളിയുടെ മസാല നന്നായിട്ട് റൈസിൽ മിക്സ് ആവുന്നത് വരെ ഇളക്കി കൊടുക്കണം. റൈസ് ഒട്ടും ഉടഞ്ഞു പോകാതെ തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഈ സമയത്ത് റൈസിൻ്റെ ഉപ്പ് ചെക്ക് ചെയ്ത് ഉപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ നന്നായി മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് കവർ ചെയ്ത് വെച്ച് കുക്ക് ചെയ്തെടുക്കണം. 10 മിനിറ്റ് ആയപ്പോൾ ടൊമാറ്റോ റൈസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുറച്ച് മല്ലിയില കൂടി വിതറി ചൂടോടെ തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസാണ് ടൊമാറ്റോ റൈസ്. ഇതിന് ഒരു കറി പോലും ആവശ്യമില്ല. കൂട്ടുകാർക്ക് ടൊമാറ്റോ റൈസിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും വാല്യുബിൾ കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.